ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നൊരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. ദൂരെ എങ്ങും അല്ല പോകുന്നേ, കുറച്ചടുത്ത് തന്നെയാണ്. ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു നമ്മളിന്ന് പുറത്ത് പോയാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ എവിടെയാന്ന് രണ്ടുപേരും മാറിയും തിരിഞ്ഞും ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇക്ക സമ്മതിച്ചില്ല പറയാനായിട്ട്. ഇക്ക പറഞ്ഞില്ല എവിടെയാണെന്ന്. അത് സർപ്രൈസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചക്കത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പെട്ടെന്നാണ് തീരുമാനിച്ചത്. ഈ പട്ടിക്ക് എന്തിനു കുഴപ്പമില്ല, ബാക്കിൽ ചത തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഗേസ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു പട്ടി, അതിന് എന്തോ കുഴപ്പമുണ്ട് ഗേസ്, നല്ല സ്മെല്ലെടുക്കുന്നുണ്ടായിരുന്നു ആ സത്യത്തിൽ മുറ്റത്ത് നിന്നപ്പോൾ തന്നെ. അതിന് ശരിക്കും എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ള ആരോ പറഞ്ഞു യൂട്രസ് ആണ് അത് പുറത്തേക്ക് കിടക്കുന്നത്, ഒരു നഴ്സ് പറഞ്ഞു എന്നാ പറഞ്ഞ മോൻ. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ചു. സത്യത്തിൽ എന്തോ കാര്യമായ തകരാറ് ആ പട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ആ പട്ടിയെ ഒച്ചതിന് ശേഷം നമ്മളിതാ പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, നമ്മളറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇത് പൊന്മുടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പൊന്മുടിയിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ആ ഒരു ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ശിവൻകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, KPS ജംഗ്ഷൻ. ആ ഭാഗത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതുവഴി ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുവഴി പോകാൻ പറ്റില്ല. പിന്നെ പോകേണ്ടത് 3-ാം നമ്പർ എന്ന് പറയുന്നത് അവിടെ നിന്ന് റൈറ്റ് തിരിയുന്ന റോഡ് വഴി പോയിട്ട് അവിടെ നിന്ന് ഒരു ബൈ റോഡുണ്ട്, അങ്ങനെ വേണം. നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്ക് വഴി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ കുറച്ച് കറങ്ങി തിരിഞ്ഞ് വേണം പൊന്മുടിയിലേക്ക് പോകാൻ. ഇപ്പോൾ അങ്ങനെയാണ് പൊന്മുടിയിലേക്ക് പോകുന്നത് എല്ലാവരും. അപ്പോൾ അതവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലി ഒരുപാട് ഉണ്ടായിരുന്നു. കുട്ടികളും പാരൻസും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ പൊന്മുടി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡും നല്ല തിരക്കായി. അതുപോലെ തന്നെ ആ പൊന്മുടിയിൽ എത്തിയപ്പോഴുണ്ട് അവിടെ എല്ലാം ഭയങ്കരമായ തിരക്കായിരുന്നു. പിന്നെ വെതറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും പറ്റില്ല, അഡറബിൾ എന്ന് തന്നെ പറയണം. അത്രയ്ക്കും സൂപ്പറായിരുന്നു. നമുക്ക് കണ്ണിന് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ തവണ ഞാൻ പൊന്മുടി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ കൂടെ നമ്മൾ ഇക്ക വന്നു കഴിഞ്ഞാൽ പൊന്മുടി മസ്റ്റ്. പിന്നെ ഇക്ക ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ കൂടെ പൊന്മുടി പോകാറുണ്ട്. അല്ലാതെ പൊന്മുടി, മീൻമുട്ടി, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം കൂടെ പോകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇതുവരെ പോയതിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, പൊന്മുടിയെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഞാൻ പോകാത്തത് കൊണ്ടാവാം. ഈ ഒരു മന്തിൽ ഞാൻ അവിടെ ചെന്നിട്ടില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ശരി, ഭയങ്കര ഭംഗിയായിരുന്നു, പറയാതെ വയ്യ. പോകുമ്പോൾ നമുക്ക് അത്ര പഴയതുപോലെയൊക്കെ തന്നെ ഫീൽ ചെയ്തോളൂ. കറങ്ങി മേലോട്ട് ചെല്ലുമ്പോഴേക്കും കോടയൊക്കെ ഇറങ്ങി റോഡിൻ്റെ ഓരോ വഴിയിലും സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തിയിട്ടിട്ട് ഇറങ്ങി അതൊക്കെ ആ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒക്കെയാണ് നമ്മൾ പിന്നെ മേലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ കറങ്ങി പോവാണ്. ഭയങ്കര ഒരു നല്ല വൈബായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര തവണ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ ടൈമിലൊക്കെ ഒന്ന് പോയി നോക്കുക, ഭയങ്കര രസമാണ്. നമ്മുടെ അടുത്ത് കിടക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ സത്യത്തിൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ അങ്ങനെ അല്ല, നല്ല രസമാണ്. ഒരു ഊട്ടിയിലൊക്കെ ചെന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്, സത്യം പറയാം. കോട ഇറങ്ങിയ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെയല്ല. ഇപ്പം മഴയും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു നല്ലൊരു വൈബായിരുന്നു അവിടെ. വിശന്ന് സഹിക്കാൻ വയ്യാതെയാണ് നമ്മൾ പോയത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മണി 2 ആണ്.
പിന്നെ പോകെ പോകെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ ആകും വരെയും മക്കൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചാലാ വാപ്പി, കഴിച്ചാലാ ഉമ്മി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം, ഇനിയിപ്പോൾ ഒരു 15 കിലോമീറ്ററല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറി 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 കയറ്റം കയറി കയറി പോകുമ്പോഴുണ്ട് പിന്നെ നമുക്ക് ഈ വിശപ്പൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അങ്ങനെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഈ വഴിയുടെ അരികിലെല്ലാം പോകുന്ന വഴി റോഡിൻ്റെ സൈഡിലെല്ലാം ആളുകൾ അത് വൈബ് ആസ്വദിക്കുകയാണ്. അതൊന്നും അവിടെ ഇറങ്ങി ഒന്ന് കണ്ട് നിൽക്കാതെ ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണൂലേ എന്താ ഭംഗിയെന്ന്. അങ്ങനെ ആ വൈബെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ പൊന്മുടിയിലെത്തി. ശരിക്കുള്ള ആ ഒരു സ്പോട്ടിലെത്തി. അവിടെ എത്തുമ്പോഴുണ്ട് ഒരുപാട് വണ്ടികളും ടൂറിസ്റ്റ് ബസ്, ഇതിൻ്റെ ഇടയിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കരമായ ബ്ലോക്ക്. ആ ബ്ലോക്കിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി. ആ ബ്ലോക്ക് ഞാൻ വീഡിയോയും എടുത്തതാണ്. എന്തുകൊണ്ടോ ഞാനിപ്പോൾ എത്രയൊക്കെ പരതിയിട്ടും ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് കിടക്കുന്നത് കൊണ്ട് തപ്പിയെടുക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക്. ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ബ്ലോക്ക്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപാട് വണ്ടികൾ നമുക്ക് ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തി. നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയേ ഉള്ളൂ കോട. പക്ഷേ പോയി ഒരു 5 മിനിറ്റോ എന്തോ ആകുമ്പോൾ തന്നെ ആ അപ്പുറത്തെ മല നമുക്കിവിടെ നിന്ന് കാണാമായിരുന്നു. ആളുകളെല്ലാം കയറി പോകുന്നതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാമായിരുന്നു. പക്ഷെ 10 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ നിൽക്കുന്നവരെ ഇവിടെ കാണാനും വയ്യ. അപ്പോൾ ഇവിടെ നിൽക്കുന്നവരെ സ്വാഭാവികമായിട്ട് അവിടെയും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയും അവിടെയും നിന്നുകൊണ്ട് ആളുകൾ കൂക്കി വിളിക്കുകയായിരുന്നു. ഈ കോട ഇറങ്ങിയതിൻ്റെ ആ ഒരു വൈബായിരിക്കണം, അത് അവരുടെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കണം. കൂടെ കൂടെ കൂക്കി വിളി കേൾക്കായിരുന്നു അപ്പുറവും ഇപ്പുറവും ഒക്കെ. എനിക്ക് തോന്നുന്നു ഈ ടൂറിസ്റ്റൊക്കെ ബസ്സിലൊക്കെ വന്ന കുട്ടികളോ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും അത് അവരുടെ ഒരു വൈബാണ്. ഭയങ്കരമായ കൂക്കി വിളികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇക്കാക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ പേരയ്ക്ക കിട്ടി. അപ്പോൾ ചെറിയ ചെറിയ പേര മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അവിടെ പോയി. ഇക്ക എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള പേരമരങ്ങളൊക്കെ കണ്ട വെറുതെ വിടില്ല. അപ്പോൾ പേരയ്ക്കൊക്കെ പറിച്ച് കഴിക്കുകയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് മൊത്തത്തിൽ പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയത് ഞാൻ പൊന്മുടിയിലല്ല നിൽക്കുന്നത്, വേറെ എവിടെയാണെന്നാണ് തോന്നിയത്. പൊന്മുടി ഓക്കെ, കോടയൊക്കെ ഇറങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ പല ടൈമിൽ ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ എനിക്കറിയില്ല എന്തുകൊണ്ടോ അത് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. മഴയും ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ മഴ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോട ഇറങ്ങും, പിന്നെ വീണ്ടും ഇങ്ങനെ തെളിയും, പിന്നെയും കോട ഇറങ്ങും, പിന്നെയും തെളിയും. നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിരക്കിൻ്റെ കാര്യത്തിലും പറയാതെ പോയ അത്രയും തിരക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ കരുതി ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ചു ഇനിയിപ്പോൾ ചോറ് കഴിക്കാം പിള്ളേർക്ക്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വിശപ്പേ ഇല്ല. പിന്നെ നമ്മൾ എടുത്തു കൊടുത്തിട്ടാണ് പിന്നെ അവർ കഴിക്കുന്നത്. അല്ല, അതുവരെ അവർ കഴിക്കണമെന്ന് അവർ പറഞ്ഞില്ല. പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ലഞ്ചിനായിട്ട് വളരെ സിമ്പിളായിട്ടായിരുന്നു. നമ്മൾ മീൻ കിട്ടിയില്ലായിരുന്നു, അപ്പോൾ ചിക്കൻ ഫ്രൈയും ഈ കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിക്കൻ ഫ്രൈ, ഒഴിച്ചുകൂട്ടാൻ, പിന്നെ ബീട്രൂട്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള ഒരു വിഴുക്ക്, അച്ചാർ, ചമ്മന്തി, തൈര്, ഇത്രയൊക്കെ ആയിട്ട് അങ്ങനെ അവരത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മലയിൽ ഒന്ന് കയറിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്.
അപ്പോൾ നല്ല മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടി വെട്ടുന്നുണ്ട്, മിന്നെറിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിന്നലൊക്കെ ചെയ്യുമ്പോൾ ഇക്ക നമ്മളെ പേടിപ്പിക്കുകയാണ്, അങ്ങോട്ട് പോവണ്ട, നമ്മൾ ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത്, മിന്നെറിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് ബാധിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്കാക്ക് എന്തോ ഒരു പേടിയാണ്, നമ്മളെയും കൂടെ പേടിപ്പിക്കാനായിട്ടെന്നൊക്കെ, ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ശരി, ഇത്രയും ഇടി വെട്ടുന്നതാണെങ്കിലും മിന്നെറിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അവിടെ ആളുകൾക്ക് ഒരു കുറവുമില്ല. അത്രയും ആളുകൾ അവിടെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴേക്ക് സമയം നമ്മളവിടെ തിരിച്ചു വരുമ്പോൾ 5:30 മണിയായി. ഈ മുകളിലൊക്കെ നിൽക്കുന്ന ടൈമിൽ 5 മണി എന്തോ ആ ടൈമാണ്. അപ്പം നമ്മൾ പറയുമായിരുന്നു 5 മണിയായി, ഇനി 1 മണിക്കൂറും കൂടി അവിടെ അലൗഡ് ഉള്ളൂ. 6 മണിയാവുമ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ചവർ വിടും. അപ്പോൾ ആ 6 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അത്രയും തിരക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളെപ്പോലെ കുറേ പേരൊക്കെ തിരിച്ചു പോവുകയാണ്. എന്നാലും അവിടെ ഉള്ള ആളുകൾക്ക് യാതൊരുവിധ കുറവില്ല. അത്രയ്ക്കും തിരക്കുണ്ട് അവിടെ. അത്രയ്ക്കും ആളുകളുടെ ഒരു തിരക്ക് അവിടെ കാണായിരുന്നു. വണ്ടികളും ഒക്കെ ആയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും ആളുകൾ പല ഭാഗത്തായിട്ട് അവിടെ കിടക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ വണ്ടി ആയാലും ഒരു സ്ഥലത്തല്ല, അപ്പോൾ അകത്തോട്ട് വേറെയും മുന്നിപ്പോൾ അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അകത്തോട്ട് പോയി പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അങ്ങ് കുറേ കൂടെ അങ്ങ് അകത്തേക്ക് കയറ്റിയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അപ്പോൾ മഴയായാലും ഇടിയായാലും മിന്നെറിഞ്ഞാലും അവിടെ ആളുകൾക്ക് യാതൊരു കുറവുമില്ല, പഞ്ഞമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിടുമല്ലോ. അപ്പോൾ 5:30 ആയപ്പോൾ തന്നെ നമുക്ക് എന്തായാലും പൊക്കളയാം എന്ന് തീരുമാനിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ മക്കളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയാണെന്ന് പറയാം. വലിയ യാത്രയല്ല, ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് പൊന്മുടിയിലേക്ക് എത്താൻ. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല വൈബായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ യാത്ര. പൊന്മുടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ടൈമിൽ പൊയ്ക്കോ, നല്ല രസമാണ്, നല്ല അറ്റ്മോസ്ഫിയർ, അടിപൊളി. പിന്നെന്തുവാണ്, ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പിന്നെ വലിയ മഴയൊന്നും അല്ലല്ലോ, ഇതിപ്പോൾ വേനൽ മഴയാണല്ലോ. പിന്നെ അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അത്രയും സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇക്ക പേരയ്ക്ക പറിക്കുകയാണെങ്കിൽ ഇക്കാക്ക് പേരയ്ക്ക കണ്ടു കഴിഞ്ഞാൽ അത്രയും പിഞ്ച് പേരയ്ക്കൊക്കെ എങ്ങനെ കഴിക്കുന്നു എന്നത് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും വീണ്ടും ഉള്ള പിഞ്ച് പേരയ്ക്കയെല്ലാം പറിച്ച്, പക്ഷെ അതിൽ മധുരം ഉണ്ടായിരുന്നു പിഞ്ചായാലും, കഴിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ്. പോകുമ്പോൾ കണ്ടതിനേക്കാളും അതിമനോഹരമായിരുന്നു തിരിച്ചു വരുമ്പോൾ. എനിക്ക് തോന്നുന്നു പ്രകൃതിയുടെ ഒരു വിളയാട്ടം. പലതവണ പൊന്മുടിയിൽ പോയെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓരോ ടൈമിലും ഓരോ കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് പ്രകൃതിയുടെ ഭംഗി കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ ആവാം. അങ്ങനെ ഈ ഭംഗിയെല്ലാം ആസ്വദിച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ തായ്വാൻ ചാമ്പ കണ്ടത്. തായ്വാൻ ചാമ്പ ഇപ്പോൾ പല ഇടങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് അത് കണ്ടപ്പോൾ അത് വാങ്ങാൻ തോന്നി. അങ്ങനെ നമ്മളത് വാങ്ങി. വലിയ മധുരമായിട്ടൊന്നുമില്ല, എനിക്ക് തോന്നുന്നു പഴുത്താലേ മധുരമുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് വിളഞ്ഞിട്ടൊക്കെ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നാടനാണല്ലോ, വിഷമൊന്നും അടിക്കാത്ത നല്ല നാടനായിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊന്മുടി യാത്രയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ചു കൊണ്ടിരുന്ന ഓരോരുത്തരോടും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. സംസാരിച്ചും പറഞ്ഞുമൊക്കെ വന്നപ്പോൾ ദൈർഘ്യം ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.